الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ മതത്തിന്റെ ഭാഗമായി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ദിനങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനവർ ഹേതുവായി പറയുന്നത് മഹദി മറിയം ബിബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയുമാണ്. ആരാണ് മറിയം ബിബി? ആരായിരുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം? പരിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസിന്റെയും വെളിച്ചത്തിൽ ഈ ഒരു അവസരത്തിൽ അത് മനസ്സിലാക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ സുന്ദരമായ ചരിത്രം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കല്യാണം ഉണ്ടാകുന്നതാണ്. പ്രവാചകൻ കല്യാണം കഴിക്കുക മറിയം ബീവിയെയാണ്. വേറൊരു കല്യാണം കൂടി ഉണ്ടാവും. അതിൽ റസൂൽ കല്യാണം കഴിക്കുക ഫിറഔനിന്റെ ഭാര്യയെയാണ്. ഈ രണ്ട് കല്യാണങ്ങൾ അവിടെ വെച്ച് നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിഹായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാം. ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശ്രേഷ്ഠതകളുമുള്ള ഒരു മഹദിയാണ് മറിയം ബീവി. അവരുടെ
ജനനത്തെക്കുറിച്ച് തന്നെയുള്ള ചരിത്രത്തിന്റെ പ്രതിപാദ്യം പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം സക്കരിയ നബിയുടെ അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയുടെ അനുജത്തിയുടെ മകളാണ്. അതായത് മറിയം ബീവിയുടെ മൂത്താപ്പയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മറിയം ബീവിയുടെ ഉമ്മയുടെ പേര് ഹന്ന എന്നാണ് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചത് ഇമ്രഅത്തു ഇമ്രാൻ എന്നാണ്, ഇമ്രാന്റെ ഭാര്യ എന്നാണ്. ഖുർആൻ ആ രംഗം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാണ്, إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. അല്ലാഹുവേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാനിതാ നിനക്ക് വേണ്ടി നേർച്ച നേരുകയാണ്. മുഹററൻ, സ്വതന്ത്രമായി കൊണ്ട് നിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നതിന് വേണ്ടി, നിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നതിന് വേണ്ടി, നിനക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു നൽകുന്നതിന് വേണ്ടി ഞാനിതാ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്ക് വേണ്ടി നേർച്ച നേരുകയാണ്. ഫതഖബ്ബൽ മിന്നീ, അല്ലാഹുവേ എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അങ്ങനെ ഫലമ്മാ വദഅത്ഹാ, അവർ പ്രസവിച്ചപ്പോ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ, അല്ലാഹുവേ ഞാനിതാ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. മറിയം ബീവിയുടെ ഉമ്മ പ്രതീക്ഷിച്ചത് ആൺകുട്ടിയെയാണ്, പക്ഷേ അല്ലാഹു അവർക്ക് നൽകിയത് പെൺകുട്ടിയെയാണ്. ഗർഭാശയങ്ങളിലുള്ളത് തീരുമാനിക്കുന്നത് അല്ലാഹു മാത്രമാണ്. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്തുള്ള കുഞ്ഞ് ആണാകണോ പെണ്ണാകണോ, വെളുത്തവനാകണോ കറുത്തവനാകണോ, കുറിയവനാകണോ നീണ്ടവനാകണോ, ബുദ്ധിയുള്ളവനാകണോ മന്ദബുദ്ധിയാകണമോ, ഹിദായത്തുള്ളവനാകണമോ ദലാലത്തുള്ളവനാകണമോ, അനുസരണയുള്ളവനാകണമോ അനുസരണം കെട്ടവനാകണമോ എന്നെല്ലാം തീരുമാനിക്കുന്നത് അല്ലാഹു മാത്രമാണ്. അതിന്റെ തീരുമാനാധികാരം ഏറ്റവും അവസാനം അല്ലാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. മറിയം ബീവിയുടെ ഉമ്മ പ്രസവിച്ചപ്പോൾ അവർ പറയുകയാണ്, ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ, അല്ലാഹുവേ ഞാനിതാ പെൺകുട്ടിക്ക് ജന്മം നൽകിയിരിക്കുകയാണ്. വല്ലാഹു അഅലമു ബിമാ വദഅത്, അല്ലാഹുവേ അവരെന്താണ് പ്രസവിച്ചത് വളരെ കൃത്യമായി പടച്ചവൻ അറിയാം. വലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലല്ല. ആണും പെണ്ണും തുലവും വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോ സ്ത്രീ പുരുഷ സമത്വം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോമഡികൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണിത്, അല്ലെ? പടച്ചോൻ പറഞ്ഞ എന്താണ്? വലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. ഒരേ ഡ്രസ് ഇട്ടുകൊണ്ടത് ആണും പെണ്ണും ഒരുപോലെ ആവോ? പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി വേണ്ട, സ്ത്രീ പുരുഷ സമത്വമാണ് ഉദ്ദേശമെങ്കിൽ പെൺകുട്ടികളെ കൊണ്ട് പാന്റും കുപ്പായും മാത്രം ഇട്ടുകൊടുത്താൽ അത് സമത്വമാവോ? എന്തുകൊണ്ടാണ് ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം ധരിപ്പിക്കാത്തത്? അതൊരിക്കലും ശരിയാവില്ല. അത് മാത്രമല്ല, ഇതിന് മുൻകൈ എടുക്കുന്ന അധ്യാപകന്മാർ, ആ അധ്യാപകന്മാർക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂല. ഇനി ഇങ്ങനെ ഒരു ജെൻഡർ ഇക്വാലിറ്റി, ഇങ്ങനെ ഒരു ലിംഗസമത്വം വേണമെന്ന് വാദിക്കുന്നവർ അവര് നാളെ പറയാണ്, സ്ത്രീകളാണല്ലോ പ്രസവിക്കുന്നത്, സ്ത്രീകളാണല്ലോ മുലയോട്ടുന്നത്, ഇനി കുറച്ചു കാലം ആണുങ്ങളെ പ്രസവിക്കട്ടെ, പുരുഷന്മാരെ പ്രസവിക്കട്ടെ, അവര് മുലയോട്ടട്ടെ. എന്തോരം കഷ്ടപ്പാടാണ് സ്ത്രീകൾക്ക് പ്രസവിക്കാനും മുലയോട്ടാനും അത് കഴിഞ്ഞ് കുട്ടികളെ വളർത്തിയെടുക്കാനൊക്കെ. ഇനി കുറച്ചു നാൾ ആണുങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ലിംഗസമത്വമാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയുന്നോന് ഭ്രാന്ത് എന്നല്ലാതെ പറയുന്ന കാര്യത്തിന് യാതൊരു സെൻസും ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ നടക്കുന്ന സംഗതി പുരുഷ മേധാവിത്വത്തെ കാണിക്കുന്ന സംഗതിയല്ലേ? പുരുഷൻ ധരിക്കുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചാൽ മാത്രമേ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്ന് ആരാണ് അവളെ പറഞ്ഞു പഠിപ്പിച്ചത്? സ്ത്രീക്ക് സ്ത്രീൻ്റെതായ ഒരു സ്വത്വമുണ്ട്, അവൾക്ക് അവളുടേതായ ഒരു അസ്തിത്വമുണ്ട്. അതിൽ നിന്ന് മാറി നീ ആണ് ചെയ്യുന്നത് പോലെ ചെയ്യണം, ആണ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കണം, ആണ് ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കണം എന്ന് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ അടിച്ചമർത്തലും സ്ത്രീത്വത്തെ വില കുറച്ച് കാണിക്കലുമാണത്. പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകേണ്ട എല്ലാ തരത്തിലുള്ള ബഹുമാനങ്ങളും ആദരവുകളും നൽകിയിട്ടുണ്ട്. ഉമ്മയെ പരിചരിക്കലാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. 2 പെൺമക്കളുടെ വാപ്പയായി അവരെ നല്ല രീതിയിൽ പോറ്റി വളർത്തി നല്ല രീതിയിൽ കല്യാണം കഴിച്ചയച്ചാൽ സ്വർഗത്തിനുടമസ്ഥനാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീത്വത്തിന് നൽകേണ്ട എല്ലാ ആദരവുകളും പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഒരു സമുദായത്തിന്റെ മധ്യത്തിൽ ഫാത്തിമത്തു ഖിത്അത്തു ഖൽബി, എന്റെ കരളിന്റെ കഷ്ണമാണ്,
എന്റെ ഹൃദയത്തിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ വടിയെടുത്ത് ഉപയോഗിക്കുക. പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, വലൈസ ദക്കറു കൽ ഉൻസ, നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും ആണിനെയും പെണ്ണിനെയും ഒരുപോലെയാക്കാൻ നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും അത് ഒരിക്കലും നടക്കില്ല. കാരണം ആണ് പെണ്ണിനേക്കാൾ വില കുറഞ്ഞവനോ പെണ്ണ് ആണിനേക്കാൾ വില കുറഞ്ഞവളോ അല്ല. പക്ഷെ അവർ ഒരുപോലെയല്ല, വ്യത്യസ്തരാണ്, രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ്. അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ വികാരങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ അനാട്ടമി വ്യത്യസ്തമാണ്, ഫിസിയോളജി വ്യത്യസ്തമാണ്, സൈക്കോളജി വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. പടച്ചോൻ എങ്ങനെയാണ് പടച്ചത് അത് മാറ്റിയെടുക്കാൻ നിങ്ങളുടെ സമരങ്ങൾക്കോ നിങ്ങളുടെ വസ്ത്രധാരണങ്ങൾക്കോ ഒരിക്കലും കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലൈസ ദക്കറു കൽ ഉൻസ, ഒരിക്കലും ആണും പെണ്ണും ഒരുപോലെയല്ല. ഈ സംഭവം വിശദീകരിക്കുന്നതിനിടയിൽ അല്ലാഹു പറഞ്ഞതാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാൻ നമുക്ക് മറിയം ബീവിയുടെ ഉമ്മ പറയുന്നു, വഇന്നി സമ്മൈതുഹാ മറിയം വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഞാനിതാ ഇവൾക്ക് പേരിടുകയാണ്, ഞാൻ ഇവൾക്ക് നാമം നൽകുകയാണ്, മറിയം എന്ന് ഞാനിതാ ഇവൾക്ക് പേര് നൽകുന്നു. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഞാനിതാ ഇവളിൽ നിന്നും ഇവരുടെ സന്താനങ്ങൾക്ക് വേണ്ടിയും എന്റെ ഈ പൊന്നുമോൾക്ക് വേണ്ടിയും ഞാനിതാ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നിന്നോട് മോചനം തേടുകയാണ്, നിന്നോട് ശരണം തേടുകയാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് ബോധമുണ്ടെങ്കിൽ, ഉമ്മക്ക് ശരിക്കുള്ള ആരോഗ്യമുണ്ടെങ്കിൽ, സ്വബോധമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണിത്. എന്താണ്? ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ശപിക്കപ്പെട്ട ആട്ടപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് എന്റെ കുട്ടിയെയും എന്റെ കുട്ടിയുടെ വംശ പരമ്പരയെയും നീ കാത്തു സംരക്ഷിക്കണേ നാഥ എന്ന് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വലിയ ഗൗരവമുള്ള വിഷയം. ആദ്യം നടത്തിയ പ്രാർത്ഥനയാണ്. എന്താ നടത്തിയത്? അല്ലാഹുവേ ഇവളെ സ്വാലിഹത്താക്കണേന്നല്ല, അല്ലാഹുവേ ഇവളെ സ്വർഗവാസിയാക്കണേന്നല്ല, അല്ലാഹുവേ ഇവളെ വലിയ സംഭവമാക്കി ദുനിയാവിന്റെ ഉത്തുംഗതയിൽ എത്തിക്കണേന്നല്ല, ചരിത്രത്തിൽ ഒരു ഇടം ഇവൾക്ക് നൽകണേന്നല്ല. ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് എന്റെ മകളെ കാത്തു സംരക്ഷിക്കണേ. ആ സംരക്ഷണം നൽകപ്പെട്ടാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ശൈത്താൻ മനുഷ്യന്റെ അടുത്തേക്ക് വരുന്ന 7 വഴികളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 7 വഴികളിലൂടെയാണ് പിശാച് മനുഷ്യനിലേക്ക് വരിക. അതിൽ ഒന്നാമത്തെ വഴി ശിർക്കാണ്. ഷിർക്കാണ് ഒന്നാമത്തെ വഴി. ഒരാൾ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിശാചിന് അവനോടുള്ള ദേഷ്യത്തിന്റെ ഒരു 70% പോയി. പിന്നെ അയാളോട് ഒരു ദേഷ്യവും ശൈത്താനില്ല, ഒരു പ്രശ്നമില്ല. ഓൻ എന്ത് നന്മ ചെയ്താലും ശൈത്താൻ യാതൊരു പ്രശ്നമില്ല. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർ മുശ്രിക്കുകളായിരിക്കും, ബഹുദൈവ ആരാധകരായിരിക്കും, പക്ഷെ ജീവിതത്തിന്റെ എല്ലാ ക്വാളിറ്റികളും അവർക്കുണ്ടാവും, ജീവിതത്തിലെ എല്ലാ നന്മകളും അവർക്കുണ്ടാവും. പക്ഷേ ലയഹ്ബതന്ന അമലക്കും, അവരുടെ കർമ്മങ്ങളെല്ലാം ബാത്തിലാണ്, ഒന്നും അവർക്ക് കിട്ടില്ല. രണ്ടാമത്തെ വിഷയം എന്താണ്? പിശാച് വരുന്ന ഷിർക്കിൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ ബിദ്അത്തിൽ ഇന്നത് ചെയ്തോ ഇത്ര കൂലി കിട്ടും എന്ന് പറഞ്ഞ് ഇന്നതങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കർമ്മങ്ങളിലൂടെ അവനങ്ങനെ തളിച്ചുകൊണ്ടു. വിദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? വ്യഭിചരിക്കുന്നവൻ അറിയാം ഞാൻ വ്യഭിചരിക്കുന്നുണ്ട്, തെറ്റാണ്. കള്ളു കുടിക്കുന്നവൻ അറിയാം ഞാൻ കള്ളു കുടിക്കുന്നുണ്ട്, തെറ്റാണ്. പാപകർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, തെറ്റാണെന്നറിയാം. പക്ഷെ വിദേഹത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തു കഴിയുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ ഒരു സമാധാനമുണ്ട്. നമ്മൾ മണിക്കൂറുകളോളം തഹജ്ജുദ് നമസ്കരിച്ച് അല്ലെങ്കിൽ ഒരുപാട് നേരം ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം കിട്ടൂലേ? ആ സമാധാനം പോലെയുള്ള ഒരു സമാധാനം വിദേഹത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ലഭിക്കും. പക്ഷെ അത് ശൈത്താനിൽ നിന്നുള്ളതാണ്, പിശാചിൽ നിന്നുള്ളതാണ്, അതൊരിക്കലും അല്ലാഹുവിൽ നിന്നുള്ളതല്ല. മൂന്നാമത്തെ വഴി എന്താണ്? വൻപാപങ്ങൾ, വലിയ വലിയ തെറ്റുകൾ അവനെ കൊണ്ട് ചെയ്യിക്കും. ഷിർക്കിലും ഇല്ല, ബിദഅത്തിലും ഇല്ല. അവനോട് പറയും, നീ ഷിർക്കും ചെയ്യുന്നില്ല, ബിദഅത്തും ചെയ്യുന്നില്ല, കുറച്ച് തെറ്റൊക്കെ ചെയ്തോ പ്രശ്നമില്ല, അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും, അതുകൊണ്ട് പ്രശ്നമില്ല, നീ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് വൻപാപങ്ങളിലൂടെ അവനെ സർവനാശത്തിലേക്ക് എത്തിക്കും. ഇനി വൻപാപങ്ങളിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടാലോ, നാലാമതായി പിശാച് അവന്റെ അടുത്തേക്ക് ചെറുപാപങ്ങളായിട്ട് കടന്നു വരും. ഒരുപാട് ചെറിയ ചെറിയ പാപങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെറിയ പാപങ്ങൾ ഏതുപോലെയാണ്? ഒരു താഴ്വരയിൽ കുറച്ച് ആളുകൾ വന്നിറങ്ങി, എന്നിട്ട് ആ ആളുകൾ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ടുവന്ന് ശേഖരിച്ചു. അത് വലിയ കൂമ്പാരമായി മാറി. എന്നിട്ട് അതിന് തീ കൊളുത്തി, അത് വലിയ അഗ്നികൂമ്പാരമായി മാറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ പാപങ്ങൾ
അത് നമ്മുടെ ജീവിതത്തെ കരിച്ചു കളയാൻ മാത്രം ഗൗരവമുള്ളതായി ഇതുപോലെ മാറും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4ാമത്തെ ചെറുപാപത്തിലും അവരെ തളച്ചിടാൻ ശൈത്താന് കഴിയുന്നില്ലെങ്കിൽ 5ാമതായി എന്തുകൊണ്ടാണ് വരികയെന്നറിയോ? ശിർക്കില്ല, വിദഅത്തില്ല, വൻപാപമില്ല, ചെറുപാപമില്ല. 5ാമതായി വരിക അനുവദനീയമായ കാര്യങ്ങൾ കൊണ്ടാണ്. മൊബൈൽ നോക്കൽ ഹറാമല്ല, കച്ചവടം ചെയ്യൽ ഹറാമല്ല, ജോലി ചെയ്യൽ ഹറാമല്ല. ഈ കാര്യത്തിൽ അവൻ അങ്ങോട്ട് തളച്ചിടും. നിസ്കരിക്കാൻ നേരം ഉണ്ടാവില്ല, ഓതാൻ നേരം ഉണ്ടാവില്ല, ദിക്റെല്ലാം നേരം ഉണ്ടാവില്ല, ദുആ ചെയ്യാൻ നേരം ഉണ്ടാവില്ല, അള്ളാഹുവിനെ ഓർക്കാൻ നേരം ഉണ്ടാവില്ല. അങ്ങനെ അവൻ അതിലങ്ങോട്ട് ലോക്ക് ചെയ്തിടും. വേറൊന്നും അവന് ചെയ്യാൻ പറ്റൂല. അങ്ങനെ അവന് സ്വർഗത്തിൽ നിന്ന് തടയപ്പെടും. ഇനി ഈ 5ാമത്തെ വിഷയത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ 6ാമത് ശൈത്താൻ ഏത് വഴിക്കാണ് വരിക? അത് വല്ലാത്തൊരു വഴിയാണ്. അവനെ ഇൽമ നേടുന്നതിൽ നിന്ന് തടയും. എന്നിട്ട് താരതമ്യേന പ്രതിഫലം കുറഞ്ഞ അമലുകളെ അവനെ വ്യാപൃതനാക്കി കളയും. അമലുകൾ 2 തരമുണ്ട്. ചില അമലുകൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലം കിട്ടും, ചില അമലുകൾ ചെയ്താൽ ചെറിയ പ്രതിഫലം കിട്ടുള്ളൂ. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ വമ്പിച്ച പ്രതിഫലമാണ്. ദുആ ചെയ്തു കഴിഞ്ഞാൽ അത്രയും പ്രതിഫലമില്ല. അപ്പൊ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യിക്കും? ഖുർആനിൽ നിന്ന് പൂർണ്ണമായും അവനെ മാറ്റി ഫുൾ ടൈം ദുആയായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം ദിക്റായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം നിസ്കാരമായിരിക്കും. ഖുർആനുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളിൽ നിന്ന് അവനെ തടയുകയും ചെറിയ പ്രതിഫലമുള്ള കർമ്മങ്ങളിലേക്ക് അവനെ കൂടുതൽ കൂടുതൽ കൊണ്ടുപോവുകയും ചെയ്യും. എന്തിനാണത്? സ്വർഗത്തിൽ ദറജ കൂടുതൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടാൽ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ അയാളെ ഇൽമ നേടേണ്ടതുണ്ട്. ഇതിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടാൽ അവസാനം ശൈത്താൻ അവനിലേക്ക് വരുന്ന ഫിത്ന, അവനും ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളും മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളും 4 ഭാഗത്തു നിന്നും അവനെതിരെ ആരോപണങ്ങൾ നടത്താൻ തുടങ്ങും, ഉപദ്രവങ്ങൾ ചെയ്യാൻ തുടങ്ങും. അവൻ ചെയ്യാത്ത കുറ്റങ്ങൾ, അവൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ അവന്റെ കയ്യിൽ പറഞ്ഞുവിടും. വലിയ വലിയ കിബാറുകളായ ഉലമാക്കളുടെ ജീവിതത്തിന്റെ അവസാനത്തെ നാം പരിശോധിക്കുകയാണെങ്കിൽ അവരൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത വലിയ തെറ്റുകൾ അവരുടെ തലയിലേക്ക് ആരോപിക്കുകയും വർഷങ്ങളോളം തടവറയിൽ കിടക്കുകയും അല്ലാഹുവേ ഈ ദുനിയാവെനിക്ക് ഇടുങ്ങിയതായി തോന്നുന്നു റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമാർ അവർ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ വഴി. ഇതിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ 7 ചതിക്കുഴികളിൽ നിന്ന് ചാടിക്കടന്ന് സ്വർഗത്തിന്റെ സുന്ദരമായ ഭവനത്തിലെത്താൻ ഒരാൾക്ക് സാധിക്കും. ഈ 7 ചതിക്കുഴികളെ കുറിച്ച് അറിയുന്ന, പിശാചിന്റെ വഞ്ചനകളെ കുറിച്ച് അറിയുന്ന ആ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ ആദ്യമായി മറിയം ബീവിക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണെന്ത്? ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മഹാവഞ്ചകനായ പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും റബ്ബേ എന്റെ ഈ മകളെയും എന്റെ മകളുടെ വംശപരമ്പരയെയും സന്താന പരമ്പരയെയും നീ കാത്തു സംരക്ഷിക്കണേ നാഥാ എന്ന് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു എന്നാണ്. എന്താണ് അതിന്റെ മറുപടി? ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസന വഅംബതഹാ നബാതൻ ഹസന വകഫലഹാ സകരിയ. ഏറ്റവും നന്നായ രീതിയിൽ അല്ലാഹു അതാ മറിയം ബീവിയുടെ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. മറിയം ബീവിയുടെ ഉമ്മയുടെ ആ നേർച്ചയങ്ങ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരുടെ സംരക്ഷണം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മറിയം ബീവിയുടെ മൂത്താപ്പയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. മറിയം ബീവി സക്കരിയ നബിയുടെ സംരക്ഷണത്തിൽ വളരുകയാണ്. മറിയം ബീവി മിഹ്റാബിലാണ് വളരുന്നത്. ആരാധനകൾ നടത്തിക്കൊണ്ട്, പള്ളിയിൽ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, സദാസമയവും അല്ലാഹുവിന്റെ മാർഗത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ അവർ വളർന്നു വന്നപ്പോ, വളർന്നു വലുതായപ്പോ അല്ലാഹുവിന്റെ സവിധത്തിൽ വലിയ സ്ഥാനം നൽകപ്പെട്ട ഒരു മഹദിയായി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം മാറുകയാണ്. എത്രത്തോളം? കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ. സക്കരിയ നബി മറിയം ബീവിയുടെ മിഹ്റാബിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ യഥാ കാണുകയാണ് ആ കാലാവസ്ഥയിൽ ആ നാട്ടിലെവിടെയും കിട്ടാത്ത ഭക്ഷണങ്ങൾ, ആ നാട്ടിലെവിടെയും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ അതാ മറിയം ബീവിയുടെ മുന്നിൽ സുലഭമായി കാണപ്പെടുകയാണ്. സക്കരിയ നബി ചോദിക്കുന്നു, അന്നാ ലകി ഹാദാ, പൊന്നുമോളെ എവിടെ നിന്നാണ് നിനക്കിത് ലഭിക്കുന്നത്? ഈ നാട്ടിൽ എവിടെയും ഇത് ലഭ്യമല്ല, ആർക്കും ഇത് കിട്ടുന്നില്ല. ആരാണ് നിനക്കിത് കൊണ്ടുവന്നു തരുന്നത്? അന്നാ ലകി ഹാദാ. മറിയം ബീവി അതാ മറുപടി പറയുകയാണ്, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്, പടച്ച റബ്ബ് കനിഞ്ഞരുളുന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ നൽകുന്നു. മറിയം ബീവിയുടെ കറാമത്ത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണാൻ.
നേരിട്ട് കാണാൻ. എന്താ ചെയ്തത്? മോളെ കോളടിച്ചു, ഇനിയിപ്പോ ഞാനൊരു പച്ചത്തട്ടം വിരിച്ചുതരാ, പുറത്തൊരു പണ്ടാരം വെക്കാം, ആളിങ്ങനെ വരട്ടെ, അടിപൊളി ബിസിനസ്. അങ്ങനെയാണോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു? അതല്ല, സക്കരിയ നബിക്ക് ജീവിതത്തിൽ വേറെ കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. എന്താണ്? താടിമുടികൾ നരക്കാൻ തുടങ്ങി. സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്, അങ്ങേയറ്റം എല്ലുകൾ ശോഷിച്ചു പോയി, ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത്രയും വലിയ പ്രയാസമുള്ള സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയുടെ ഈ വമ്പിച്ച കറാമത്ത് കാണുമ്പോൾ പൊന്നു മോളെ മൂത്താപ്പാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. മൂത്താപ്പാക്ക് കുട്ടിയില്ല, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ, എന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഒന്ന് ഇതിൽ മന്ത്രി ചോദിത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം? കറാമത്തുണ്ട്. കറാമത്തിന് ശരിക്കാൻ പറ്റൂല. ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. ആ കറാമത്ത് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ എന്താണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് എന്താണെന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താ അദ്ദേഹം ചെയ്തത്? ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. ആ നിമിഷം അവിടെ വെച്ച് മറിയം ബീവിയുടെ മിഹ്റാബിൽ വെച്ച് തന്നെ സക്കരിയ നബി വിളിക്കുകയാണ്, റബ്ബി ഹബ്ലി, ഈ കറാമത്ത് മറിയമിന് നൽകിയ അല്ലാഹ്, അത്ഭുതങ്ങളുടെ ഉറവിടമായ റബ്ബേ, രാജാതിരാജനായ റബ്ബേ, സർവസൃഷ്ടാവായ പരമകാരുണികനായ നാഥ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, എനിക്ക് നല്ലൊരു സന്താനത്തെ നീ നൽകണമേ. ഇന്നക സമീഉദ് ദുആ, നിശ്ചയം നീ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നവനാണ്. ഫനാദത്തുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ വെച്ച് സക്കരിയ നബി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ മലക്കുകൾ വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. അല്ലയോ സക്കരിയ, അല്ലാഹു ഇതാ ഒരു ആൺകുട്ടിയെ കൊണ്ട് താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എങ്ങനെയുള്ള ആൺകുട്ടി? സയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ, അവൻ പ്രവാചകനാണ്, അവൻ നേതാവാണ്, അങ്ങേയറ്റം ഭയഭക്തിയുള്ളവനുമാണ്. ആ പ്രാർത്ഥനക്ക് പഠിച്ചവൻ ഉത്തരം നൽകുകയും ചെയ്തു. ഇതാണ് ഒരു കറാമത്ത് കാണുമ്പോൾ. മറിയം ബീബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് ഗുണപാഠങ്ങളുള്ള ചരിത്രമാണ്. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ചരിത്രമാണ് മറിയം ബീബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. കറാമത്ത് നേരിൽ കണ്ടപ്പോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് എന്താണോ അതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരുന്നു, واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا. കൂടുതൽ ആരാധനാനിമഗ്നയാകുന്നതിന് വേണ്ടി, കൂടുതൽ അല്ലാഹുവിനെ കടക്കുന്നതിന് വേണ്ടി അതാ കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രവിശ്യയിലേക്ക് മറിയം ബീബി അലൈഹിസ്സലാത്തു വസ്സലാം മാറി താമസിക്കുകയാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, അവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ നാട്ടുകാരിൽ നിന്നും ഒരു മറയതാ മറിയം ബീബി സ്വീകരിക്കുകയാണ്. അങ്ങനെ ആരാധനയിൽ കഴിഞ്ഞുകൂടുന്ന കാലം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന കാലം, ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമത്തല ലഹാ ബശറൻ സവിയ്യാ. അല്ലാഹു അതാ ജിബ്രീലിനെ പറഞ്ഞയക്കുകയാണ് പൂർണ്ണനായ മനുഷ്യന്റെ രൂപത്തിൽ. ആ മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അതാ മറിയം ബീവിയുടെ മിഹ്റാബിന്റെ അകത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. മറിയം ബീവി പറയുകയാണ്, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ തഖ്വയുള്ളവനാണെങ്കിൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ, ഞാനിതാ പരമകാരുണികനായ റബ്ബിന്റെ അടുത്ത് ഞാൻ നിന്നിൽ നിന്നും ശരണം തേടുന്നു. ജിബ്രീൽ മറുപടി പറയുന്നു, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലകി ഗുലാമൻ സകിയാ. ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് പിറക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയെ കുറിച്ച്, ഒരു സന്താനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നിനക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. ആ സന്താനത്തെ നിനക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഖാലത്ത് മറിയം ബീവി പറയുന്നു, അന്നാ യകൂനു ലീ ഗുലാം വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയാ. എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുക? എനിക്ക് എങ്ങനെയാണ് മകൻ ഉണ്ടാവുക? എന്നെ ഒരു പുരുഷനും ഇതുവരെ സ്പർശിച്ചിട്ടില്ല. വലം അകു ബഗിയാ, ഞാൻ ഒരിക്കലും ദുർമാർഗത്തിൽ സഞ്ചരിച്ചിട്ടുമില്ല. ഖാല കദാലിക
ദാലിക് ജിബ്രീൽ പറയുന്നു അപ്രകാരമാണ്. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം എത്രയോ നിസ്സാരമാണ്. വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖദിയ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദൃഷ്ടാന്തമായി അവർക്ക് വേണ്ടിയുള്ള ഒരു കാരുണ്യമായി കൊണ്ട് ആ കുട്ടി ജനിക്കുക തന്നെ ചെയ്യും. അത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഫഹമലതു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ, അങ്ങനെ മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭം ധരിക്കുകയാണ്. എന്നിട്ട് ആ അപമാന ഭാരത്തോടെ വിവാഹം കഴിയാത്തൊരു സ്ത്രീ ഗർഭിണിയായാൽ എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? എന്തൊക്കെയാണ് ആളുകൾ പറയുക? ഇത് ഒരിക്കലും തെറ്റായ മാർഗത്തിലുള്ള ഗർഭമല്ല എന്ന് നാട്ടുകാർക്കറിയില്ല, മനുഷ്യർക്കറിയില്ല, അവരത് ഒരിക്കലും അംഗീകരിക്കുകയുമില്ല. മറിയം ബീവി തന്റെ ഗർഭവുമായി വിദൂര സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ്. അങ്ങനെ ആ കാലഘട്ടം മുഴുവൻ ഒറ്റക്കായിക്കൊണ്ട് ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സാന്ത്വനം ആഗ്രഹിക്കുക, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ താങ്ങും തണലും ആഗ്രഹിക്കുന്നത് അവരുടെ ഗർഭകാലത്തിലാണ്. ആ കാലഘട്ടത്തിൽ മുഴുവൻ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്കാണ്, തനിച്ചാണ്. അവസാനമതാ ആ പ്രസവവേദന വരുന്ന സമയം ആ പ്രസവവേദന അവരെ അതാ ഒരു ഈത്തപ്പന മരത്തിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അവരവിടെ വെച്ച് പറയുകയാണ്, പടച്ചോനെ, ഞാൻ ഇതിന്റെ മുന്നേ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാഥാ, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ എന്നെ കുറിച്ച് പാടെ മറന്നുപോയിരുന്നെങ്കിൽ എത്ര ഞാൻ നന്നായിരുന്നു നാഥാ. വിലപിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം മറിയമേ, നീ ദുഃഖിക്കേണ്ടതില്ല, നീ വേദനിക്കേണ്ടതില്ല. നിന്റെ കീഴിലിതാ വലിയൊരു മഹാൻ ജനിക്കാൻ പോകുകയാണ്. നിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു വലിയ മഹാനുഭവനായ മനുഷ്യനിതാ ജനിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ആ ഈത്തപ്പഴം നിന്നിലേക്ക് കുലുക്കുക. നിനക്കത് ഏറ്റവും നന്നായ ഈത്തപ്പഴം പൊഴിച്ചു തരുന്നതാണ്. നിന്റെ താഴ്ഭാഗത്തുകൂടി ഒരു അരുവിയും ഒഴുകുന്നതാണ്. എന്നിട്ട് അതിൽ നിന്ന് നീ കുടിക്കുകയും നീ സന്തോഷിക്കുകയും കൺകുളിർമയാവുകയും ചെയ്യുക. ഏതെങ്കിലും മനുഷ്യനെ നീ കാണുകയാണെങ്കിൽ നീ അവരോട് പറയുക, ഇന്നേ ദിവസം ഞാനൊന്നും സംസാരിക്കുന്നതല്ല, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ഇതാ നേർച്ച ഒരു നോമ്പ് നോറ്റിരിക്കുകയാണ്, അതുകൊണ്ടൊരു സംസാരവും എന്നിൽ നിന്ന് ഉണ്ടാകുന്നതല്ല എന്ന് നീ അന്യഭാഷയിൽ പറയുക. അങ്ങനെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജന്മം നൽകുകയാണ്. ഫാതത് ബിഹി ഖൗമഹാ തഹ്മിലു, ആ ചോരപ്പൈതലിനെയും എടുത്തുകൊണ്ട് മറിയം ബീവി അതാ തന്റെ സമുദായത്തിലേക്ക് വരികയാണ് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. ഖാലു, അവർ പറയുന്നു, യാ മറിയം ലഖദ് ജിഅതി ശൈഅൻ ഫരീയാ, മറിയമേ, എന്താണ് നീ ചെയ്തിരിക്കുന്നത്? അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന, അങ്ങേയറ്റം മോശമായ ഒരു കാര്യമാണല്ലോ നീ പ്രവർത്തിച്ചിരിക്കുന്നത് മറിയമേ. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ, നിന്റെ പിതാവ് ഒരു മോശക്കാരനായിരുന്നില്ല, നിന്റെ മാതാവാകട്ടെ വഴിവിട്ട് സഞ്ചരിക്കുന്ന ഒരു പെണ്ണുമായിരുന്നില്ല. ആളുകൾ ആരോപണത്തിന്റെ, ദുരാരോപണത്തിന്റെ, പരിഹാസത്തിന്റെ, കുത്തുവാക്കുകളുടെ ശരങ്ങളെയ്യാൻ തുടങ്ങിയപ്പോ മറിയം ബീവി അതാ ആ ചോരപ്പൈതലിന് നേർക്കേക്ക് കൈ നീട്ടുകയാണ്, വിരൽ ചൂണ്ടുകയാണ്. ഖാലു, അവർ മറുപടി പറയുന്നു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ, മറിയമേ, നീ എന്താണ് പറയുന്നത്? ഈ തൊട്ടിൽ കിടക്കുന്ന ചോരപ്പൈതലിനോട് എങ്ങനെയാണ് നാം സംസാരിക്കുക? എങ്ങനെയാണത് നിങ്ങളോട് സംസാരിക്കുക? ആ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഖാൽ, അദ്ദേഹം പറയുന്നു, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ
വജഅലനീ നബിയ്യാ. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ റബ്ബിന്റെ അടിമയാണ്. അവൻ എനിക്ക് ഗ്രന്ഥം നൽകിയിരിക്കുന്നു, അവൻ എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. വജഅലനീ മുബാറകൻ, അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. എന്നോട് നമസ്കാരം നിലനിർത്തുവാനും എന്നോട് സകാത്ത് നൽകുവാനും എന്റെ ജീവനുള്ള കാലം വരെ എന്റെ റബ്ബ് എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയാ. എന്റെ ഈ പൊന്നുമ്മയോട് ഏറ്റവും നന്നായി പെരുമാറണമെന്ന് എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വസ്സലാമു അലൈഹി, എന്നിൽ സമാധാനം ഉണ്ടായിരിക്കും. യൗമ വുലിദ്, ഞാൻ ജനിച്ച ദിവസം. വയൗമ അമൂത്, ഞാൻ മരിക്കുന്ന ദിവസം. വയൗമ ഉബഅതു ഹയ്യാ, നാളെ പരലോകത്ത് പടച്ചവന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദിവസവും എനിക്ക് സമാധാനം ഉണ്ടാകും. ദാലിക ഈസ ഇബ്നു മറിയം, അല്ലാഹു പറയുന്നു ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് ഈസ ഇബ്നു മറിയം ഖൗലുൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ. അവർ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് തർക്കങ്ങൾക്കിടയിലുള്ള സത്യമായ വാക്ക് ഇത് മാത്രമാണ്, അള്ളാഹുവിന്റെ വാക്കാണ്. ആ ചരിത്രം മുഴുവൻ വിശദീകരിച്ച് മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രയാസമേറിയ ജീവിതത്തിന്റെ രംഗങ്ങളിലൂടെ എല്ലാം കടന്നുവന്ന് അവസാനം ആളുകളുടെ പരിഹാസശരത്തിന്റെ വാക്കുകൾ മുഴുവൻ വിവരിച്ച് അള്ളാഹു പറയുന്നു ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് ഈസ ഇബ്നു മറിയം, ഇതാണ് സത്യമായ വാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നിന്ന് യഥാർത്ഥ പാഠം ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in, amma ba'd. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഒരു തരത്തിലും മുസ്ലിം സമുദായത്തിന് അനുവദനീയമല്ല. കാരണം നമ്മൾ വിശദീകരിച്ചല്ലോ, ഈ സൂറത്തുൽ മറിയമിന്റെ അവസാനത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വഖാലു ഇത്തഖദ റഹ്മാനു വലദ. അവർ പറഞ്ഞു അല്ലാഹു പരമകാരുണികൻ ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ഘോരമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിഘോരമായ ഭയാനകമായ ഗൗരവമേറിയ ഒരു വിഷയമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. തകാദുസ് സമാവാതു യതഫത്തർന മിൻ വതൻശഖുൽ അർദ് വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅൂ ലിർറഹ്മാനി വലദാ. സുബ്ഹാനല്ലാഹ്. തകാദുസ് സമാവാതു യതഫത്തർൻ, ആകാശം വിണ്ടുകീറിപ്പോകും. വതൻശഖുൽ അർദ്, ഭൂമി പിളർന്നു പോകും. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ തകർന്നു വീണ് പൊട്ടിപ്പോകും. അൻ ദഅൂ ലിർറഹ്മാനി വലദാ, പടച്ചോന് ഒരു കുട്ടിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ വാക്കുകൾ കൊണ്ട്, ആ വാക്കെന്ന് പറയുന്നത് ഈ പറയുന്ന ദുരന്തങ്ങളെക്കാളൊക്കെ വലുതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറി. മിമ്പറിൽ കയറിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാൻ തുടങ്ങി. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അല്ലാഹുവിനെ നിങ്ങൾ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി. അന്ത്യനാളിൽ എല്ലാം നശിച്ചു കഴിഞ്ഞാൽ ആകാശങ്ങളെയും ഭൂമിയെയും വലത് കൈയിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് യുമജ്ജിദു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു പറയുമെന്നാണ് അനൽ ജബ്ബാർ അനൽ മുതകബ്ബിർ അനൽ മലിക് ഐനൽ മുലൂകു ദുനിയ, ഞാനാണ് രാജാവ്, ഞാനാണ് ഏകാധിപതി, ഞാനാണ് രാജാധിപതി. എവിടെ ദുനിയാവിലെ രാജാക്കന്മാർ, എവിടെ പ്രമാണിമാർ, എവിടെ ധിക്കാരികൾ, എവിടെ അഹങ്കാരികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖിയാമത്ത് നാളിൽ ആകാശത്തെയും ഭൂമിയെയും വലത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഇത് പറയാൻ തുടങ്ങിയപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, മിമ്പർ ഉറക്കാൻ തുടങ്ങി.
എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ആ മിമ്പർ വീണ് കളയുമോ എന്ന രൂപത്തിൽ ആ മിമ്പർ ഉറക്കാൻ തുടങ്ങി. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അല്ലാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്താത്ത സജൈവവും അജൈവവുമായ ഒരു വസ്തുവും ഈ ദുനിയാവിലില്ല പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലേ ഇല്ല. പക്ഷേ അവയുടെ തസ്ബീഹ് നമുക്ക് മനസ്സിലാവുകയില്ല. അത്രയും മഹാനായ, ഉന്നതനായ, പരിശുദ്ധനായ, രാജാതിരാജനായ, സൃഷ്ടാവായ അല്ലാഹു ഒരു കൃമികീടത്തിന്റെ വലുപ്പം പോലുമില്ലാത്ത മനുഷ്യൻ. എത്രമാത്രം നിസ്സാരനാണ് മനുഷ്യൻ, എത്രമാത്രം ദുർബലനാണ് മനുഷ്യൻ. അത് മനസ്സിലാവണമെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കണം. അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, ഖുർആനിന്റെ കൽപ്പനയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് 2 സഹാബികൾ വന്നു. എന്നിട്ട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റസൂലിന്റെ ജീവിതത്തിൽ അത്ഭുതമായി തോന്നിയിട്ടുള്ളത് എന്താണ്? അപ്പോ നബി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, ഒരു ദിവസം രാത്രി പ്രവാചകൻ നിന്നു, നിസ്കരിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് കവിളുകൾ നനഞ്ഞു. എന്നിട്ട് അവസാനം താടി നനഞ്ഞു. തിക്ക് താടിയാണ് പ്രവാചകന്റെ, കട്ടിയുള്ള താടി രോമങ്ങളാണ് പ്രവാചകന്റെ. ആ താടി രോമങ്ങൾ മുഴുവനും നനഞ്ഞു. അവസാനം പ്രവാചകൻ നിന്നിരുന്ന സ്ഥലത്തിന്റെ മണ്ണ് നനഞ്ഞു കുതിർന്നു. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, രാവിലെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് റസൂലിനെ വിളിക്കാൻ വരുന്ന സമയത്ത് പ്രവാചകൻ ഇതേ അവസ്ഥയിലാണ്. കരഞ്ഞ് 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 പ്രവാചകൻ നിന്നിരുന്ന ആ മണ്ണ് മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ബിലാൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിന്? മുമ്പും പിമ്പുമുള്ള സകല പാപങ്ങളും പടച്ചോൻ പുറത്തുനിന്നിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയായിരിക്കണ്ടേ? മാത്രല്ല, ലഖദ് നസലത് അലയ്യ ലൈല ആയ, ഇന്നലെ രാത്രി എനിക്ക് ഒരു ആയത്ത് ഇറങ്ങി. ആ ആയത്ത് വൈലുൽ ലിമൻ ഖറഅഹ, ആ ആയത്ത് ഓതുന്നവന് നാശം. വലം യതഫക്കർ ഫീഹ, ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ. ആയത്ത് ഏതാണ്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എത്ര തവണ നമ്മൾ ഇത് ഓതിയിരിക്കുന്നു, എത്ര തവണ നമ്മൾ ഇത് കണ്ടിരിക്കുന്നു. നിസ്സംഗമായി ആവിയിട്ടിട്ട് അർദ്ധബോധാവസ്ഥയിൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് ഈ ആയത്ത് നമ്മൾ ഓതിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹാത്മ്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഉന്നതമായ ഒരു ആയത്താണത്. ആ ആയത്തിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയാനും അതിലൂടെ അള്ളാഹുവിന്റെ ഔന്നത്യത്തെ കുറിച്ച് അറിയാനും നാം ശ്രമിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ റബ്ബിന്റെ പേരിലുള്ള ആരോപണത്തിന്റെ അവസ്ഥയിൽ ഒരു അഭിവാദ്യം കൊണ്ടുപോലും പ്രിയപ്പെട്ടവരെ അതിന് ഭാഗമാക്കാതിരിക്കുക. അള്ളാഹു നമ്മെ അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിനക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും നിനക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.